ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാ ഞങ്ങളും സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഇട്ട വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്നും ഒരു ദുബായ് വ്ളോഗ് തന്നെയാണ്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോണേന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഭയങ്കര ചൂടാട്ടോ ഗൈസ്. നമ്മൾ അന്താരാന്ന് പറയാ. അന്താര എന്ന് പറഞ്ഞ കഫേ ഉണ്ട് ഇവിടെ, അത്യാവശ്യം ഫേമസ് ആണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് വർക്കൗട്ട് ചെയ്യാൻ കരുതി. രാവിലെ ഹോട്ടലിൽ ചായ ഉണ്ട്, പക്ഷേ അതൊരു സുഖം പോരാ. പണി പാടുമോ? ഈ പണി വാളുമെന്ന് ചോദിക്കാൻ കാരണം ഷോപ്പ് അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓപ്പണിങ് 12 മണിക്ക് ശേഷം തോന്നുന്നുണ്ട്. ഞങ്ങൾ നേരത്തെ ഇറങ്ങിയത് കൊണ്ടാണ് ക്ലോസ് ആയത്. അപ്പോൾ നമ്മുടെ ആ കട അന്താര അടച്ചു. അവിടെ നിന്ന് ചാടിക്കാൻ വേണ്ടി ഇറങ്ങിയ ഫുഡ് ആ ഷോപ്പ് ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഫില്ലി ഉണ്ട്. അപ്പോൾ ഫില്ലി വന്നിട്ട് നമ്മൾ ചാടിക്കാന്ന് കരുതിയതുകൊണ്ട്. ഇത് നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെ വരുന്ന ഫില്ലിയാണ് കേട്ടോ. പമ്പിൻ്റെ അകത്തായിട്ടാണ് വരുന്നത്. നമുക്കങ്ങനെ ഇരുന്ന് കുടിക്കാനുള്ള സ്പേസ് ഒന്നുമില്ല. പിന്നെ ചൂട് കാരണം നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങിയൊന്നുമില്ല. ഇത് ഫില്ലിയുടെ ചെറിയൊരു കിയോസ്കിയാണ്, പക്ഷെ നമുക്ക് ചാടിക്കാൻ സഫീഷ്യൻ്റ് ആണ്. അന്താരയുടെ തൊട്ടടുത്ത് തന്നെ, പമ്പിൻ്റെ അടുത്ത്. നിഷ, എങ്ങനെയുണ്ട് ഫില്ലി ടീ ഇൻ ദ മോർണിംഗ് ഫോർ ദ ബ്രേക്ക്ഫാസ്റ്റ്? നൈസ ലണ്ടൻ കുടിച്ച അത്ര ടേസ്റ്റ് ഉണ്ടല്ലേ? അതിൽ അടിപൊളിയാവും. അപ്പോൾ ഞാനും നിഷയും ഇവിടെ ദുബായ് മറീനയിലേക്ക് ഒരു വാക്കിന് വന്നതാണ് ഈവനിങ്. അപ്പോൾ ഭയങ്കര രസമുണ്ട് കേട്ടോ ഇവിടെ കാണാൻ. നല്ല ബ്ലൂ ലൈറ്റ്സൊക്കെ ആയി, ബ്ലൂ വാട്ടേഴ്സ്, ഫുള്ള് യാട്ടെല്ലാം ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നൈസ് വ്യൂ ഉള്ള സ്ഥലമാണ് അല്ലേ നിഷ? നല്ല അടിപൊളി കുറേ ഫോട്ടോ ഒക്കെ യാട്ടിൻ്റെ അവിടെ നിന്നൊക്കെ നൈസായിട്ടുള്ള പിക്സൊക്കെ കുറേ കിട്ടിയിട്ടുണ്ട്. ഒരു നൈസ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ പോയ സമയത്ത് നമുക്ക് വീഡിയോ അങ്ങനെ എടുക്കണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് വീഡിയോ നോക്കുമ്പോൾ തന്നെ കാണാം. അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എടുത്ത വ്ളോഗുകളൊക്കെ ഇങ്ങനെ കണ്ട് പോട്ടെ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ വോയിസിന് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അറിയാം, കുറച്ചൊക്കെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെതായ കുറച്ച് പോരായ്മകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിൽ മൈക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് മൈക്കൊക്കെ ഞങ്ങൾ വാങ്ങിച്ചത് കേട്ടോ. മൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഓൺ വോയിസ് തന്നെ അവിടെ നിന്ന് കൊടുക്കായിരുന്നു. ഈ വീഡിയോസ് കൂടുതലും അങ്ങനെ ചെയ്യുമ്പോഴാണ് ഒന്നും കൂടിയും ഞങ്ങൾ നിങ്ങളായിട്ടും കണക്ട് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്താ വീഡിയോ കാണുമ്പോൾ അപ്പോൾ തോന്നുന്നതാണ് ഞാനും പറയുന്നത്. അപ്പോൾ ഇത് ദുബായ് വ്ളോഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഈ ബ്ലൂ വാട്ടർ എന്ന് പറയുന്നത് ദുബായിൽ കൂടുതലും ഈ ടൂറിസ്റ്റ് വരുന്ന ഒരു സ്ഥലമാണ്. ജുമേറ ബീച്ചും അതുപോലെ തന്നെ ബ്ലൂ വാട്ടറും ഒക്കെ കൂടുതലും ഈ യൂറോപ്യൻസൊക്കെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ അവരൊക്കെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഈ കൂടുതൽ പാർട്ടി കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലാണ് നടക്കുന്നത്. പിന്നെ നല്ല രസമാണ് ഈ ബിൽഡിങ്ങുകളും ഇതൊക്കെ കണ്ട് നടക്കുക എന്ന് പറയുന്നത് തന്നെ നല്ല അടിപൊളിയാണ്. ഇങ്ങനെയുള്ള പ്ലേസൊക്കെ വിസിറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് നമ്മൾ നൈറ്റ് ഇറങ്ങുന്നതായിരിക്കും കേട്ടോ നല്ലതൊന്നും കൂടി. കാരണം ഒന്നാമത് ഇവിടെ ദുബായിൽ നല്ല ചൂടാണ് അറിയുക. അപ്പോൾ പകൽ ഇറങ്ങിയിട്ട് ഒരു കാര്യമില്ല, നമ്മൾ ചുട്ട് പോവുള്ളൂ. രാത്രി ഇറങ്ങുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ലൈറ്റ് കാണും. ഒന്നും കൂടി നൈറ്റ് ലൈഫാണ് കേട്ടോ ഇവിടെ ദുബായിലുള്ളത്. എല്ലാവർക്കും അറിയുന്ന തന്നെയാണ്, എന്നാലും ജസ്റ്റ് പറഞ്ഞതെന്നുള്ളൂ. ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ ബിൽഡിങ്ങൊക്കെ ഒന്നും കൂടി രസമായിട്ട് തോന്നുന്നത് കേട്ടോ. പിന്നെ ബോട്ടിലൊക്കെ പാർട്ടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ചിലർ പാർട്ടിക്ക് വേണ്ടി മാത്രം വരുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഇത് കാണാൻ വരുന്നത്, ബ്ലൂ വാട്ടറും ജുമേറ ബീച്ചൊക്കെ കാണാൻ വരുന്നത്. ദുബായിൽ മുന്നേ താമസിച്ചിട്ടുണ്ടെങ്കിലും ഒന്ന് പോയിട്ടുണ്ടെങ്കിലും ഒക്കെ, പക്ഷേ ഇവിടേക്ക് ഞാൻ വന്നിട്ടില്ല. നമ്മൾ ജസ്റ്റ് ബുർജ് ഖലീഫൻ്റെ അതൊക്കെ കണ്ടിട്ട് അങ്ങനെ പോവായിരുന്നു കേട്ടോ. അപ്പം ഇപ്രാവശ്യം നമ്മൾ ഇവിടേക്കൊക്കെ എത്തി. ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ദുബായ് ഐയിലോട്ടാണ് കേട്ടോ. നമ്മൾ ബ്ലൂ വാട്ടറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നടന്നുകൊണ്ട് വരുന്നതാണ്. കുറേ നടന്നിട്ടുണ്ട്, നമുക്ക് തന്നെ ഒരു പിടുത്തൽ എത്ര നടന്നു എന്നുള്ളത്. അപ്പോൾ നമുക്ക് ജുമേറ ബീച്ചും ലണ്ടനായി എന്നാണ് പറയാൻ വരുന്നത്, ദുബായ് ഐ ഒക്കെ കാണാൻ പോയിട്ട്
ഇവിടെ നിന്ന് നോക്കുമ്പോഴേ നല്ല വ്യൂ ആണ് കേട്ടോ. ഈ ലൈറ്റൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങളെൻ്റെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തൊക്കെ. ഞാൻ ദുബായിൽ നിന്ന് എടുത്ത ഫോട്ടോസും അല്ലാണ്ട് ഉള്ള ഫോട്ടോസൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റഗ്രാമും കൂടി ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇൻസ്റ്റൻ്റെ ID ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ജുമേറ ബീച്ചിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ സൈഡിലൊക്കെ റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ട്, കഫേ ഒക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല എക്സ്പെൻസാണ്. ഇങ്ങനെയുള്ള സ്പേസിലും ഒക്കെ അറിയാമല്ലോ, അത്യാവശ്യം നല്ല എക്സ്പെൻസ് ആയിരിക്കും. ഒരു ജ്യൂസിന് തന്നെ നല്ലൊരു എമൗണ്ട് അവർ ചാർജ് ചെയ്യും കേട്ടോ. അത്യാവശ്യം ടൂറിസ്റ്റ് വരുന്ന ഒരു പ്ലേസ് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ലൈറ്റും കാര്യങ്ങളും ഇതൊക്കെ കണ്ട് നടക്കാം. ഇവിടെ ഇരുന്നിട്ടൊക്കെ ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ദുബായ് ആയി കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ ഗ്രീനറിൻ്റെ ഇടയിൽ കൂടെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് തന്നെ സ്റ്റക്കായി പോകുന്നുണ്ട് ഇടയ്ക്ക്. പിന്നെ ഇതാ കുറേ സുവനീറൊക്കെ കിട്ടുന്ന ഷോപ്പുകളും ഉണ്ട് കേട്ടോ. നമ്മൾ പിന്നെ അതൊന്നും വാങ്ങിച്ചൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ കണ്ടു. ഈ യൂറോപ്പിൽ നിന്നൊക്കെ വരുന്ന കുറേ ആളുകളുണ്ടാവില്ല, അവരിതൊക്കെ കാണുമ്പോൾ ചാടി കയറി അങ്ങനെയൊക്കെ വാങ്ങിച്ച് പോകും കേട്ടോ. അപ്പോൾ ഈ സൈഡിലൊന്നും അധികം ആളുകളൊന്നും ഇല്ല കേട്ടോ. ഞങ്ങളിപ്പോൾ ഈ വന്ന് നിൽക്കുന്ന സൈഡിൽ കുറച്ചും കൊണ്ട് നീങ്ങുമ്പോൾ അവിടെ പാർട്ടിയൊക്കെ നടക്കുന്ന ഒരുപാട് റെസ്റ്റോറൻറ്റ്സും ഇതൊക്കെ ഉണ്ട് കണ്ടോ. ഈ ലണ്ടൻ വീണ്ടും ലണ്ടൻ, ഈ ദുബായ് ഹൈയിൽ ദുബായ് നീതി കാണിക്കാൻ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതിലിങ്ങനെ പല പല ലൈറ്റ് ഇങ്ങനെ വന്ന് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ജുമേറൊക്കെ കഴിഞ്ഞ് വന്നു. ജുമേറിലൊക്കെ പോയി ബീച്ചൊക്കെ കണ്ട് കുറേ ബീച്ചിലൂടെ നടന്ന് ആകെ ടയർഡായിട്ട് വന്നത്. സംസം ഇരിക്കെ ആ നടത്തത്തിനൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുന്ന് നല്ല ഷേരി ഫിഷ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മന്തി പറഞ്ഞിട്ടുണ്ട്. ഫിഷ് ഇവിടുത്തെ ഫേവറേറ്റ് ഉണ്ട്. അതങ്ങനെ ഉണ്ട്, നോക്കി നോക്കാം. ചൂട് സൂപ്പ് കുടിക്കുമ്പോൾ രസമുണ്ടല്ലേ. ദാഹം ഇവിടുത്തെ ചൂട് കാണുന്നുണ്ട്. ഞാൻ 2 ഓറഞ്ച് ജ്യൂസ് കുടിച്ചിരിക്കും. ഇപ്പോൾ ഓറഞ്ച് ജ്യൂസ് പിന്നെ നമ്മൾ ലെബനപ്പ് കുടിച്ച് എന്നിട്ട് കഴിക്കാം. നല്ല വെള്ളം കുടിക്കണം ഇവിടെ ഉള്ളവർ. അവിടെ നമുക്ക് ദാഹിക്കുകയില്ല അല്ലേ, കഷ്ടപ്പെട്ടിട്ട് വെള്ളം കുടിക്കാം. ക്ലൈമറ്റിൻ്റെതാണ്. അപ്പോൾ ഇതാ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള മന്തി വന്നിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇവരെന്താ എപ്പോഴും മന്തിന്ന്. സത്യം പറഞ്ഞാൽ ഇതിന് ഭയങ്കര അഡിക്റ്റാണ് കേട്ടോ. നമുക്ക് ഈ ടേസ്റ്റുള്ള മന്തി നമ്മൾ ലണ്ടനിൽ പോയി കഴിഞ്ഞാൽ കിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ വീണ്ടും ഇവിടെ വരുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞത് ഫിഷാണ്, പിന്നെ ഒരു ചിക്കനും കൂടി പറഞ്ഞു കേട്ടോ. എനിക്ക് ഫിഷിനേക്കാളും ഒന്നും കൂടി എനിക്കിഷ്ടം ചിക്കൻ, ബീഫ്, മട്ടനൊക്കെയാണ്. ഇക്കാക്ക് കൂടുതലും ഇഷ്ടം ഫിഷിനോടാണ് കേട്ടോ. ഇതൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചൂസ് ചെയ്യുന്നുണ്ടാവുക ഫിഷ് തന്നെ ആയിരിക്കും. ഇങ്ങനെ ആക്കിയിട്ട് ഫിഷ് വെച്ചിട്ട് അടിപൊളി. എൻ്റെ ഫേവറേറ്റ് മന്തി ഫിഷ് മന്തിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതായത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ വേഗം ഫ്രഷായി ചായയൊക്കെ കുടിച്ച് നമ്മൾ നേരെ വന്നത് നമ്മുടെ പാരഗണിലോട്ടാണ് കേട്ടോ. പാരഗൺ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് കോഴിക്കോട് ഓർമ്മ ആവും. നാട്ടിലാകുമ്പോൾ എപ്പോഴും പോയിരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ പാരഗണ്. അപ്പം ആ ഒരു ഓർമ്മയിലാണ് നമ്മൾ ഇപ്പോഴും ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ കയറുമ്പോൾ തന്നെ കാണാൻ വേണ്ടി പറ്റും ഒരുപാട് അച്ചാർ കേട്ടോ. ബീഫും ചെമ്മീനും മാംഗോ ഒക്കെ ഇവർ ഇങ്ങനെ അച്ചാറാക്കിയിട്ടുണ്ട്. ഞാൻ പോകുന്ന സമയത്ത് ഇവിടുന്ന് വാങ്ങിക്കൊണ്ടോണം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ലാസ്റ്റ് അറിയാലോ തിരക്കാവും. പിന്നെ എന്താ ഈ പഴയ കാലത്തെ മിഠായി ഉണ്ടല്ലോ, നാരങ്ങ മിഠായി, തേൻ മിഠായി, അതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായത് ഒരു ഫസ്റ്റ് തന്നെ നമ്മളൊരു ഉന്നക്കായ, ഒരു പപ്സും പറഞ്ഞു. പിന്നെ ഡാൻസിങ് ചായയാണ് കേട്ടോ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇതിങ്ങനെ പറയാൻ കാരണം ഇങ്ങനെ നമ്മൾ ഇളക്കുമ്പോൾ ഡാൻസ് ചെയ്യും, അതിനാണ് ഇങ്ങനെ പറയുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ചായ 100-ൽ 100 മാർക്കാണ് കേട്ടോ. അടിപൊളി ചായയാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് കഴിച്ച എല്ലാ ഫുഡും അടിപൊളി തന്നെയാണ്. കണ്ടു ഈ ചായ ഇളക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതിങ്ങനെ ഇങ്ങനെ ആടി കളിക്കുന്ന വേണ്ടിയില്ലേ, അതിനാണ് ഈ ഡാൻസിങ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് കൊണ്ടുവന്ന കപ്പായാലും നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഉന്നക്കായ കഴിച്ചിട്ട് കുറേയെന്ന് വെച്ചാൽ ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടുന്ന് ലണ്ടനിൽ നിന്ന് കിട്ടുന്ന പഴം അത്ര പോരാ. അപ്പോൾ
അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പോരായ്മ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര സോഫ്റ്റ്, കോഴിക്കോട് വീട്ടിലൊക്കെ കോഴിക്കോട് പോയ ഫീൽ. പബ്സ് ട്രൈ ചെയ്തോ, കിടക്കുന്നുണ്ട് പബ്സിൻ്റെ ഫീലിംഗ് ആണ്. ചായ കുടിച്ചിട്ട് നമ്മൾ നിർത്തിയിട്ടില്ല കേട്ടോ. നമ്മൾ ലഞ്ചിൻ്റെ ടൈമിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഫിഷ് മീൽസ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. 1 അല്ല 2 ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ സംഭാരം അതുപോലെ തന്നെ പായസം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പായസം ആദ്യം തന്നെ എത്തിയിട്ടുണ്ട്. ഞാൻ മീൽസ് കഴിക്കാൻ ഞാൻ പ്രിഫർ ചെയ്യുന്ന തന്നെ ഈ ഒരു പായസം കിട്ടും എന്നുള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലാസ്റ്റ് ആ പായസം കുടിക്കുമ്പോൾ. സംഭാരം അടിപൊളിയാണ് കേട്ടോ. സംഭാരമൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും കുടിക്കുക കേട്ടോ. അൺലിമിറ്റഡ് ആണ് സംഭാരം അതുപോലെ തന്നെ ചോറും ഇതൊക്കെ. അപ്പോൾ ഫിഷ് മീൽസിൻ്റെ കൂടെ വരുന്നത് ഫിഷ് കറിയാണ്. ഫ്രൈ ഒക്കെ നമ്മൾ എക്സ്ട്രാ പറയാണ് കേട്ടോ ചെയ്തത്. കൂന്തളും കല്ലുമ്മക്കായും അതുപോലെ തന്നെ മത്തി ഫ്രൈ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മീൻകറിയൊക്കെ അടിപൊളിയാണ്. കല്ലുമ്മക്കായൊക്കെ ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ മത്ത, ചമ്മന്തി, അച്ചാർ, അതുപോലെ തന്നെ എന്താ പറയുക സാമ്പാർ, പിന്നെ മുളക്, ഉണക്കമുളക് ഈ നമ്മൾ കഴിക്കില്ലേ ഉപ്പിട്ടിട്ട് ഉള്ളിൽ, അതൊക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. എല്ലാം കൂടി കറിയൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, നമ്മൾ വേറെ ഏതൊക്കെയോ ലോകത്തെത്തിയ പോലത്തെ ഒരു ഫീലായിരുന്നു. മീൽസിൻ്റെ കൂടെ കിട്ടുന്ന രസമൊക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് എൻ്റെ വായിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ കൂടി കാണുമ്പോൾ അറിയാമല്ലോ. എനിക്ക് കഴിച്ച ഫ്രൈയിൽ ഏറ്റവും ഇഷ്ടമായത് കൂന്തളും കല്ലുമ്മക്കായാണ് കേട്ടോ. കല്ലുമ്മക്കായാണ് ഫസ്റ്റ് മാർക്ക് കൊടുക്കുക. കല്ലുമ്മക്കായ നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു. സാധാരണ വാങ്ങുമ്പോൾ അത്ര ഫ്ലേവറൊന്നും കിട്ടാറില്ല. നാട്ടിലെത്തി ഫീൽ കിട്ടിയ ഞാൻ കോഴിക്കോട് പോയി വന്ന പോലത്തെ ഫീൽ. അടിപൊളി ടേസ്റ്റ്. എന്താ ചമ്മന്തി നിഷ കോഴിക്കോടെത്തി ഫീൽ എന്നാണ് പറയുന്നത്. ലണ്ടനിൽ നിന്ന് നേരെ കോഴിക്കോട്ടേക്ക് എത്തി. പക്ഷെ നാട്ടിൽ പോകാത്ത സങ്കടം മാറി. അങ്ങനെ നമ്മൾ കുശാലായി ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് ഇറങ്ങി. പിന്നെ ജസ്റ്റ് ഒരു കുറച്ച് നേരം ഒരു 10 മിനിറ്റൊക്കെ നടന്നിട്ടാണ് കേട്ടോ നമ്മൾ വീട്ടിൽ പോയത്. അപ്പോൾ ഈ വീഡിയോ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഞങ്ങളന്ന് പോയ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുകയാണ്. നമ്മുടെ അടുത്ത വീഡിയോ വരുന്നതും ദുബായ് വ്ലോഗ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.